Organizational conflict. Conflict arises from difference of opinion between group members while attaining the organizational goals. An organization is an interlocking network of groups, departments, sections, or work teams. In organizations, everywhere conflict among groups of different interests is unavoidable. According to one survey, managers spend an estimated 20% of their time dealing with the group conflict. The success of an organization depends on harmonious relations among all independent groups. Managers may either directly resolve the conflict or they may act as mediators between two or more employees. In either case, knowledge and understanding of conflict and the methods of resolving it are important. Intergroup conflicts result from the ways in which organizations coordinate the work of different groups and distribute rewards among those groups. ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് ഒപ്പീനിയനിൽ ഡിഫറൻസ് വരുന്ന സമയത്താണ്. രണ്ടോ മൂന്നോ ആളുകൾക്ക് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആവുന്ന സമയത്താണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. അതായത് ഒരു സെയിം ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ആവുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷനിൽ സെയിം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മൂന്നോ നാലോ ഒപ്പീനിയന് മെമ്പേഴ്സിനിടയിൽ വരുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് പറയാം. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർലോക്കിംഗ് ഓഫ് നെറ്റ്വർക്ക്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, സെക്ഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ ഓരോ ടൈപ്പ് ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും, ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മാനേജർ അയാളുടെ 20% ടൈം ശരിക്കും പറഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവിടെയുള്ള വർക്കേഴ്സ് തമ്മിലുള്ള ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ്. സോ അങ്ങനെ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് ഈ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. എന്താണ് ഈ കോൺഫ്ലിക്റ്റ്, എന്തിനാണ് ഈ കോൺഫ്ലിക്റ്റ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് മാനേജറിൻ്റെ ഡ്യൂട്ടിയാണ്. Intergroup conflict results from ways in which organization coordinate work of different groups and distribute reward among those groups. ഇൻ്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകളൊക്കെ ഒരു ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഒരുമിച്ച് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിവാർഡുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. ദി ലെവൽ ഓഫ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആർ ആസ് ഫോളോസ്. ഒരു ഓർഗനൈസേഷനിലുള്ള കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. എന്തൊക്കെ ലെവൽ ഓഫ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റും വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ്, ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റും ഒക്കെ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിൻ്റെ സബായിട്ട് വരുന്നതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം എംപ്ലോയീസ് ഇൻഡിവിജ്വൽസ് ബിക്കോസ് ഓഫ് ദ കോമ്പറ്റീറ്റീവ് റോൾസ്. ഇൻഡിവിജ്വൽ എംപ്ലോയീസിനിടയിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ് പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആർ കോൺഫ്ലിക്റ്റ് അറൈസിങ് വിത്തിൻ 2 or more ഗ്രൂപ്പ്സ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ അവരുടെ ആറ്റിറ്റ്യൂഡിലോ ബിഹേവിയറിലോ ഉണ്ടാകുന്ന ഡിഫറൻസ് മൂലം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതാണെങ്കിൽ ആ കോൺഫ്ലിക്റ്റിനാണ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആർ കോൺഫ്ലിക്റ്റ് അറൈസിങ് ബിറ്റ്വീൻ ലെവൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിച്ച് ആർ ഓഫ് 2 types. ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റും ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റും. വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഹയർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റും ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനാണ് വെർട്ടിക്കൽ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ലെവൽ ഓഫ് എംപ്ലോയീസ് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെയാണ് ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എഗെയിൻ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റും ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റും. Reasons for conflict. There are many reasons for conflict among groups and its members. Some of them are related to limited resources,
communication problem, differences in interest and goals, different perceptions, attitude and lack of clarity about responsibilities. The reasons for group conflict are as follows. Communication problem. Group often become very involved with their own areas of responsibility. They tend to develop their own unique vocabulary. Paying attention to an area of responsibility is worthy and all, but it can result to communication problems. The receiver of information should be considered when a group communicates an idea, a proposal or decision. Misinformed receivers often become irritated and then hostile. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാകും. ഗ്രൂപ്പ് ഒരു വർക്കിൽ നന്നായി റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അവർ കൂടുതലായിട്ട് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വർക്കിനെ പറ്റിയിട്ടൊക്കെ മറ്റുള്ളവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റിസീവർക്ക് ചിലപ്പം ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഐഡിയ ഒക്കെ അവർ റിസീവ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന മിസ്ഇൻഫോംഡ് ആവുന്ന സമയത്ത് അവിടെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഇൻകോമ്പാറ്റബിൾ ഗോൾസ്. Intergroup conflict arises because of goals incompatibility. In other words, goal attainment by one group may reduce the level of goal attainment by other group. This may due to horizontal differentiation and task specialization. The conflict between production and marketing department, line and staff department, union and management are few examples of intergroup conflict that arise because of incompatibility of goals. ഇന്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഗോളിലുള്ള ഇൻകോമ്പറ്റബിലിറ്റി മൂലം ഉണ്ടാകുന്ന ഇന്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. ഒരു ഗ്രൂപ്പ് ഒരു ഗോൾ അറ്റൻഡ് ചെയ്യുന്നത് മറ്റൊരു ഗ്രൂപ്പിൻ്റെ ഗോൾ അറ്റൈൻമെൻറ്റിനുള്ള ചാൻസ് റെഡ്യൂസ് ചെയ്യും. ഇത് അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് ഇടയാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഇൻകോമ്പറ്റബിൾ ഗോൾസ് കാരണം ഉണ്ടാവുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ലൈനും സ്റ്റാഫ് മാനേജേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ യൂണിയനും മാനേജ്മെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിന് എക്സാമ്പിൾസാണ്. ഇൻകോമ്പറ്റബിലിറ്റി ഓഫ് ഗോൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ടാസ്ക് ഇൻ്റർഡിപ്പെൻഡൻസ്. ടാസ്ക് ഇൻ്റർഡിപ്പെൻഡൻസ് മീൻസ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് എ വർക്ക് ഗ്രൂപ്പ് റിലൈസ് ഓൺ അതർ ഓർഗനൈസേഷണൽ ഗ്രൂപ്പ്സ് to complete its task. In simple words, it refers to the dependence of one group on another for resources or information. It can be said general that an interdependence increase the potential for conflict increase. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത്, ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇൻ്റർഡിപ്പെൻഡൻസിനെ കോൺഫ്ലിക്റ്റിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ്, സീക്വൻഷ്യൽ ടാസ്ക് ഇൻ്റർഡിപ്പെൻഡൻസ്, റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ്. പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് when groups have little interaction with each other but are affected by each other's activities. For example, branch in Delhi need not interact with a branch in Chennai. The only linkage between these two is that they share financial resources from common pool and success of each branch contribute to the success of organization. Pooled interdependence എന്ന് പറയുമ്പോൾ പരസ്പരം ഡിറ്റർമൈൻ ചെയ്യുക. ദാറ്റ് മീൻസ് അവർ തമ്മിൽ വലിയ ഇൻറ്ററാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അവരുടെ പരസ്പരമുള്ള ആക്ടിവിറ്റീസ് എൻ്റയർ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇൻ്റർഡിപ്പെൻഡൻസിനെയാണ് പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുക. അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഡൽഹിയിലെ ബ്രാഞ്ചും ചെന്നൈയിലെ ബ്രാഞ്ചും തമ്മിൽ വലിയ ഒരു ഇൻ്ററാക്ഷൻസ് ഒന്നും ഇല്ല, പക്ഷെ അവർ തമ്മിൽ ഓർഗനൈസേഷൻ്റെ സക്സസ്സിൽ ഈ രണ്ട് ബ്രാഞ്ചുകളും സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Sequential task interdependence. It arises when one group is unable to commence its work until the work of other group get completed. In sequential task interdependence, the output of one group become input of another group. In such a situation, potential conflict is greater. Line and staff groups often have conflict resulting from this type of interdependence. സീക്വൻഷ്യൽ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത്
അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട്പുട്ടായിരിക്കും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, റെസിപ്രോക്കൽ ഇൻഡിപെൻഡൻസ്. ഇറ്റ് അറൈസസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് which depend each other for their respective tasks, such as production department and quality department. The production department provide goods in marketing department to sell, and marketing department prepare orders and estimates on the basis of volume produced by production department. Intergroup conflict arises from reciprocal task interdependence over difference in performance expectations. Each group is dissatisfied with the quality or quantity of work received from other groups. അതായത് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ട് ഗ്രൂപ്പുകളും ഇൻ്റർഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിട്ട് അവർക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബ്ലം, അതായത് ഈച്ച് ഗ്രൂപ്പ് മറ്റുള്ളവർ തരുന്നത് നമ്മൾ കൊടുക്കുന്ന അത്ര ക്വാളിറ്റി അല്ല അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ല എന്നുള്ളതൊക്കെ ഫീൽ ചെയ്യുന്നതിനെയാണ് റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയാണ് അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അല്ല ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് പ്രൊഡക്ഷൻ അഫക്റ്റ് ചെയ്തത്. മാർക്കറ്റിംഗ് പറയാണ് അവർക്ക് കിട്ടിയതുള്ളത് അത്ര ക്വാളിറ്റി ഉള്ളതല്ല. ഇങ്ങനെ പരസ്പരം സാറ്റിസ്ഫൈഡ് അല്ലാതെ ഇരിക്കുന്ന കോൺഫ്ലിക്റ്റിനാണ് റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാം. നെക്സ്റ്റ്, ടാസ്ക് ആംബിഗ്വിറ്റി. ടാസ്ക് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓവർ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഈസ് കോൾഡ് ടാസ്ക് ആംബിഗ്വിറ്റി, and it frequently leads to aggregation between groups. Intergroup conflict also arises when it's not clear which group is responsible for certain activity. Task ambiguity often arises where the organization is growing quickly or organization environment is changing rapidly. A good example of task ambiguity is intergroup conflict arising in the recruitment of new employees. It may be the responsibility of either personnel department or any of the functional departments such as marketing, finance. The confusion this may also arise regarding who has final authority to execute final decision. അതായത് ടാസ്ക് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു കൺഫ്യൂഷൻ വരുന്നതിനെയാണ് അവിടെ ടാസ്ക് ആംബിഗ്വിറ്റി എന്ന് മീൻ ചെയ്യുന്നത്. ജോബ് റെസ്പോൺസിബിലിറ്റി ക്ലിയർ അല്ലാതിരിക്കാം. ഇത് വരുന്നത് ചിലപ്പോൾ ഓർഗനൈസേഷൻ പെട്ടെന്ന് തന്നെ ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ആര് ഏത് ജോലി ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ അവിടെ വരുന്നത്. ടാസ്ക് ആംബിഗ്വിറ്റിക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ പുതുതായിട്ട് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയാം അവരാണ് റിക്രൂട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ ആ എംപ്ലോയിന് ആവശ്യം, സപ്പോസ് മാർക്കറ്റിങ്ങിലേക്കോ ഫിനാൻസിലേക്കോ ആണ് ആവശ്യമെങ്കിൽ അവർ പറയും അവരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഇങ്ങനെ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് വരാം. ആര് ജോബ് പെർഫോം ചെയ്യണം എന്നുള്ള കോൺഫ്ലിക്റ്റ് വരുന്നതിനാണ് ടാസ്ക് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിസോഴ്സ് ഷെയറിംഗ്. The relation between groups can be affected by degree to which they make use of a common pool of resources and the degree to which this common pool of resources is adequate to meet the demand of both the groups. Thus, conflict of this nature arises because of the difference between aggregate demand of group and available resources to meet them. Each party of the conflict competes with each other to get larger share. The conflict between management and labor union is best example. Such conflict taken place in the quantum of wages, amenities, working condition and other related matters. നെക്സ്റ്റ് വരുന്നതാണ് റിസോഴ്സ് ഷെയറിംഗ്. റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്ന സമയത്ത് പരസ്പരം എങ്ങനെയാണ് അവർ റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നതിൻ്റെ ബേസിൽ വരുന്ന കോൺഫ്ലിക്റ്റാണ് റിസോഴ്സ് ഷെയറിംഗ് കോൺഫ്ലിക്റ്റ്. റിസോഴ്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പാർട്ടിയും കൂടുതൽ കിട്ടണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യാം.
ഈ സമയത്ത് ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റിനെയാണ് റിസോഴ്സ് ഷെയറിംഗ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ലേബർ യൂണിയൻ വേജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ലേബർ യൂണിയനും തമ്മിൽ ഇനി വർക്കിംഗ് കണ്ടീഷൻസ് ബെറ്ററായി കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ റിസോഴ്സ് ഷെയറിംഗ് കോൺഫ്ലിക്റ്റിൽ വരുന്നതാണ്. ഇത്രയുമാണ് കോൺഫ്ലിക്റ്റിൻ്റെ ടൈപ്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസ് ഇൻ വർക്ക് ഓറിയൻറ്റേഷൻ. The ways in which employees do their work and deal with others vary widely with the functional areas of organization. First, functional groups differ in their time perspective. For example, research and development scientists have a long range of goals than manufacturing groups. The work of manufacturing groups is evaluated how quickly it can manufacture high quality products with a wide range of research and development scientists can be evaluated on the basis of product development and testing after long period of time. Secondly, the goal of different functional very large extent. The goal of manufacturing groups are more specific and clear cut than the goal of research and development groups. ഇനി വർക്ക് ഓറിയൻറ്റേഷനിൽ വരുന്ന ഡിഫറൻസ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് ആയിരിക്കും ഉണ്ടാവുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കുറേ സമയമെടുക്കും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വർക്ക് ഓറിയൻറ്റേഷനിൽ ഡിഫറൻസ് മൂലം ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റിനെയാണ് ഡിഫറൻസ് ഇൻ വർക്ക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോൺഫ്ലിക്റ്റിംഗ് റിവാർഡ് സിസ്റ്റം. സംടൈംസ് ദി വേസ് ഇൻ വിച്ച് reward systems in organization are designed to create a situation in which one group can only accomplish its goals at the expense of other group. For example, staff department may be rewarded for cutting costs and personnel, while line departments are rewarded for increasing the amount of products sold or services provided. To increase the amount of products sold, line group may have to depend even more heavily on staff groups such as advertising. However, staff group may be rewarded for cutting cost and personnel provided this type of services asked for. Line group can prevent them from meeting their own goal. Conflicting reward system inevitably result in poor intergroup relation. അതായത് കോൺഫ്ലിക്റ്റിംഗ് റിവാർഡ് സിസ്റ്റം ഉണ്ടാക്കുക. ഒരു ഗ്രൂപ്പിന് സപ്പോസ് സ്റ്റാഫിന് റിവാർഡ് കൊടുക്കുന്നത് അവരോട് പറയാണ്, പ്രൊഡക്റ്റ് നന്നായി സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കാമെന്ന് പറയണം. അങ്ങനെ അവർക്ക്, പക്ഷേ ലൈൻ മാനേജേഴ്സിനോട് പറയാണ് അവർ ഈ സ്റ്റാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് റിവാർഡ് കൊടുക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ സ്റ്റാഫിന് അഡ്വർടൈസ്മെൻറ്റ് അതല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ ഈ ലൈൻ മാനേജേഴ്സിൻ്റെ ഹെൽപ്പ് വേണം. പക്ഷേ ലൈൻ മാനേജേഴ്സ് എപ്പോഴും അവരുടെ കോസ്റ്റ് കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ലൈൻ മാനേജേഴ്സ് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. അപ്പോൾ സ്റ്റാഫിന് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ റിവാർഡ് സിസ്റ്റംസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അത് ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. The attitudes, values and perceptions of members of various groups towards each other can be caused and consequences of the nature of their relationship. If group relations begin with the attitude of distrust, competitiveness, secrecy and closed communication, there is a possibility of conflict, disagreement in their views and among themselves. This can affect the success of a group accomplish their work in an effective manner. ഇനി ഓരോ ഓർഗനൈസേഷനിൽ ഓരോ ഗ്രൂപ്പിനും ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ് ആവുന്ന സമയത്ത് ഈ പെർസെപ്ഷൻസ് അവരുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. അതായത് അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിസ്ട്രസ്റ്റ് ഇങ്ങനെയുള്ളതിനൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പെർസെപ്ഷനിലുള്ള ഡിഫറൻസും മൂലം. ഇത് കോൺഫ്ലിക്റ്റിന് കാരണമാകാം.